ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ടാണ് വരുന്നത്. കല്യാണം വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള കല്യാണം എന്ന് പറഞ്ഞാൽ 2 തുളസിമാല, ഒരു താലി, ഇത്രയും പോകുന്നൊരു ചരട്, കല്യാണം സെറ്റായി. നമ്മുടെ ഇപ്പോഴത്തെ പെൺപിള്ളേരുണ്ടല്ലോ, ഓരോ പൂവിൽ വണ്ട് വന്നിരിക്കും പോണം, അങ്ങോട്ട് ഓരോ ആപ്പിൽ അങ്ങോട്ട് കയറിയിരിക്കും. എന്നിട്ട് തുടങ്ങും പ്രണയം, പിന്നെ തേപ്പ്, പിന്നെ ഒളിച്ചോട്ടം, അങ്ങനെ അങ്ങോട്ട് പോവും. ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ പിള്ളേരുണ്ടല്ലോ, ന്യൂജൻ പിള്ളേർ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ബാധ്യത കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് ചെലവ് ചുരുക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയെടുക്കുക. ഇതിൻ്റെ വൻ നഷ്ടമുണ്ടല്ലോ. നമ്മുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, കാറ്ററിംഗ് സർവീസ്, അതുപോലെ തന്നെ തുണിക്കടകൾ, സ്വർണ്ണക്കടകൾ, ഇവരുടെയൊക്കെ ഉണ്ടല്ലോ നടും പുറത്തടി കിട്ടിയിട്ടുള്ളത്. ഞാനിങ്ങനെ ഈ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടൊരു അന്വേഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പഠനം നടത്തിയപ്പോൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇവ 3 കൂടിയിട്ടുള്ള ഒരു പുതിയ പ്രണയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു പെൺകുട്ടി കോളേജിലേക്ക് വരുമ്പോൾ വളരെ കാണാൻ നല്ല ചൊവ്വുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ ഒരു 5 or 10 പൂവാലന്മാർ കൂടി ഉണ്ടാവും. അങ്ങനെ ഇതിൽ ഒരാളിലേക്കായിട്ട് ഈ പെൺകുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ ഊർജതന്ത്രം പ്രയോഗിച്ചിട്ട് വേണം അവളേനൊന്ന് വശത്താക്കാൻ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കെമിസ്ട്രിയാണ്, രസതന്ത്രം. അതിൽ പിന്നത്തെ രസതന്ത്രത്തിൻ്റെ ലീലാവിലാസങ്ങളാണ്. അതങ്ങോട്ട് പോയി പിന്നെ ബയോളജിയിലേക്ക് അങ്ങോട്ട് ചേരണം. ബയോളജിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 3 ഡിഗ്രിയും കൂടി വർക്കൗട്ടായി. അതാണ് ഈ പ്രണയം. അങ്ങനെ തേപ്പായി, ഒളിച്ചോട്ടായി, പാലത്തുനിന്ന് ചാട്ടായി. ഇങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുടെ തൃശ്ശൂരുണ്ടല്ലോ വേണ്ട പാലങ്ങളുണ്ട്. നിങ്ങൾക്ക് നല്ല പൂത്ത മനസ്സുണ്ടെങ്കിൽ അവിടേക്ക് വരാം. ഏത് പാലക്കെന്നറിയോ? ചേറ്റോ പാലം, പുഴയ്ക്ക പാലം, കരുവന്നൂർ പാലം, ഇതൊന്നൊക്കെ ചാടാം. ഇങ്ങനെ എനിക്ക് പറയുമ്പോൾ ആലോചിച്ച് വന്നപ്പം ഞങ്ങളുടെ ഈ ഹമ്പിൾ ആൻഡ് സിമ്പിള് ഈ കല്യാണത്തിലൂടെ വരാൻ ആഗ്രഹിച്ചതാണ് എൻ്റെ വലിയ ആൻറ്റി. പേര് ത്രേസ്യ കുട്ടി. അങ്ങനെ ത്രേസ്യ ആൻറ്റി എന്ന് പറഞ്ഞ 5 സഹോദരന്മാർക്ക് ഒരു പെങ്ങളാണ്. നിങ്ങളൊന്ന് കാണണം എൻ്റെ ത്രേസ്യ ആൻറ്റീനെ. എന്ന് പറഞ്ഞാൽ ഒത്ത തടി, ഇത്ര അരവര മുടി, നമുക്ക് കണ്ടുണ്ടല്ലോ സുന്ദരി, ഒരു സഹ്യപർവ്വതം ഇങ്ങോട്ട് ഇറങ്ങി വരണ പോലെ തോന്നും. പക്ഷേ വെളുപ്പ് എന്ന് പറയാനുണ്ടല്ലോ, മുന്നിൽ 4 പല്ല് മാത്രമുള്ളൂ. ഈ ആൻറ്റിയുടെ ഈ പൊണ്ണത്തടി ഉണ്ടല്ലോ, പലരും പല കാരണങ്ങളാണ് പറയണത്. എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാരണം ഈ ഛർദിക്കും പിള്ള വർദ്ധിക്കും. നമ്മുടെ താത്തയ്ക്കൊക്കെ പരിചയം ഉണ്ടാവും. ഛർദിക്കും പിള്ള വർദ്ധിക്കും എന്ന് പറഞ്ഞാല് ഞാൻ ഛർദിക്കാറില്ല. ഇല്ലേ? ഗർഭമുള്ള സമയത്ത് ഈ അമ്മമാർ ഒരുപാട് പിള്ളേർക്ക് ഛർദിക്കുമ്പോ കുട്ടികൾ വണ്ണം വയ്ക്കും. ഇനി രണ്ടാമത്തെ, നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ സമയത്താണ് ഈ ആന്റീനെ പ്രസവിച്ചത്. തൃശ്ശൂർക്കാർക്കൊരു ചൊല്ലുണ്ട്, അമിട്ടാ പൊട്ട പെണ്ണാ പെറ്റു, അമിട്ടാ പൊട്ടി പെണ്ണാ പെറ്റു, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അന്ന് രാത്രി പ്രസവത്തിന് കൊണ്ടുവന്ന, സർജറിക്ക് വരെ കൊണ്ടുവന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഒക്കെ പ്രസവിച്ചിട്ടുണ്ടാവും. ടീം എല്ലാവരുടെ പ്രസവം കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് നിങ്ങൾ പറയണത് സത്യമാണോ എന്ന് നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചാൽ മതി. ഇനി ഞാനത് പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ പോയിട്ട് വണ്ടി വിളിച്ചിട്ട് അങ്ങോട്ട് അന്വേഷിക്കാൻ വരാൻ നിൽക്കണ്ട. ഇത് ഞാൻ പറഞ്ഞത് സത്യമാണ്.